Hi all, my name is Angelet and you're watching Way to Study Table. Today we're going to see the one words, the find the odd ones, fill in the blanks, question answers of our second chapter, Wonders of Visible Light. പ്രകാശ വിസ്മയങ്ങൾ എന്ന നമ്മുടെ രണ്ടാമത്തെ ബേസിക് സയൻസിലെ ചാപ്റ്ററിന് നമ്മൾ ഓൾറെഡി തീർത്തിരുന്നു അല്ലെ. എക്സ്പ്ലനേഷൻ തീർത്തു, അതിൽ ലെറ്റേഴ്സ് ആൻസേഴ്സ്, ക്വസ്റ്റൻ ആൻസേഴ്സ്, ടെക്സ്റ്റിലുള്ള എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ ആ ഒരു ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, സോ അത് കണ്ടിട്ട് ഇത് കാണുക, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആവും. ഓക്കെ, സോ നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, കൊച്ചു കൊച്ചു വൺ വേർഡ്സ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ടെസ്റ്റ് പേപ്പറിലും എക്സാമിലും ഒക്കെ വരാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ബാക്കി കുറെ ചോദ്യം ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ആ ഒരു ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ നോക്കുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ വൺ വേർഡ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ആ ഡാഷ് ആ സർഫേസസ് വിച്ച് റിഫ്ലെക്ട്സ് ലൈറ്റ് റെഗുലർലി. ക്രമമായി പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളുണ്ടല്ലോ, സർഫസസ്, അതെ, അതിനെ നമ്മൾ എന്താ പറയുന്നത്? മിറേഴ്സ് എന്നാണ് പറയുന്നത്, ദർപ്പണങ്ങളാണ് അല്ലെ. ദ വേർഡ്സ് വിച്ച് ഇസ് യൂസ് ടു ഐഡന്റിഫൈ ദ കമ്പണന്റ് കളേഴ്സ് ഓഫ് സൺലൈറ്റ്. സൂര്യപ്രകാശത്തിന്റെ നിറങ്ങളെ എല്ലാം സൂചിപ്പിക്കുന്ന ആ ഒരു നമ്മൾ ആ വാക്ക് എന്താണ്, ആ ഒരു വേർഡ് എന്താണ്? വിബ്ജിയോർ അല്ലെ. ആൻ ഇൻസ്ട്രുമെന്റ് യൂസ് ബൈ ദ സോൾജിയേഴ്സ് ടു ലുക്ക് ഔട്ട് ഫ്രം ദ ട്രെഞ്ച്. പട്ടാളക്കാര് അവർ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ഉപകരണമാണ് എന്ത്? പെരിസ്കോപ്പ്. ഓക്കെ, ദ പോയിന്റ് അറ്റ് വിച്ച് ലൈറ്റ് falls on the mirror. ദർപ്പണത്തിൽ പതിക്കുമ്പോഴുള്ള ആ ഒരു പോയിന്റ്, ആ ഒരു ബിന്ദുവിൽ നമ്മൾ എന്താ പറയുന്നത്? പ്രകാശം പതിക്കുന്ന ആ ഒരു ബിന്ദുവിൽ എന്താ പറയുന്നത്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അല്ലെ. നെക്സ്റ്റ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ. ഇൻസിഡന്റ് റേ പതനരശ്മിയും ലംബവും അതിനിടയ്ക്ക് വരുന്ന കോൺ എന്താണ്? പതന കോണാണ് അല്ലെ. നമ്മൾ ഇതെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അടുത്ത് നോക്കിയത് ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലെക്റ്റഡ് റേ ആൻഡ് നോർമൽ. റിഫ്ലെക്റ്റഡ് റേ പ്രതിപതന കോണും അതുപോലെ ലംബത്തിനും ഇടയിൽ വരുന്ന കോൺ ഏതാണ്? പ്രതിപതന കോണാണ്. ഇൻ വിച്ച് വേ ദ മിറേഴ്സ് ആർ ടു ബി അറേഞ്ച്ഡ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് ഇമേജസ്. നമുക്ക് കുറെ ഇമേജസ്, ഏറ്റവും കൂടുതൽ ഇമേജസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ വേണം നമ്മൾ ദർപ്പണങ്ങൾ, മിറേഴ്സ് അറേഞ്ച് ചെയ്യാൻ? നമ്മൾ സമാന്തരമായിട്ട് വേണം അറേഞ്ച്. നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം? പാരലൽ ആയിട്ട് വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ. ഡാഷ് ഇസ് യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് ആസ് റെയർ വ്യൂ മിറർ. വാഹനങ്ങൾ റെയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന മിറർ എന്താണ്? കോൺവെക്സ് മിറർ ആണ് അല്ലെ. A mirror with a plane surface is called. പ്ലെയിൻ സർഫസ് ഉള്ള സമതലമായിട്ടുള്ള ഉപരിതലമുള്ള അങ്ങനത്തെ ദർപ്പണങ്ങൾ നമ്മൾ എന്താ പറയുന്നത്? സമതല ദർപ്പണം അല്ലെ, പ്ലെയിൻ മിറർ എന്നാണ് നമ്മൾ പറയുന്നത്. ഡാഷ് മിറർ ഈസ് യൂസ്ഡ് ഇൻ സോളാർ കുക്കർ. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന മിറർ എന്താണ്? കോൺകേവ് മിറർ ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഒന്ന് നോക്കിയത്, സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻടു 7 കളേഴ്സ് ഓൺ പാസിംഗ് ത്രൂ എ ഗ്ലാസ് പ്രിസം. ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ എന്താ പറയുന്നത്? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് അല്ലെ, ഡിസ്പേർഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ കളർ ഫിനോമിനൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ സൺലൈറ്റ് പാസസ് ത്രൂ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു നിറത്തിന്റെ പ്രതിഭാസത്തെ നമ്മൾ എന്താ പറയുന്നത്? റെയിൻബോ എന്നാണ് പറയുന്നത്. ഓക്കെ, റീകോമ്പിനേഷൻ ഓഫ് സ്പെക്ട്രം ഓഫ് കളേഴ്സ് ഗിവ്. അതായത് ഈ 7 നിറങ്ങൾ ഒരുമിക്കുമ്പോൾ ആ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞതാണ്, ഒരു കമ്പൈൻ ആവുമ്പോൾ അവർ ഒരുമിക്കുമ്പോൾ ഏത് നിറമാവുന്നത്? യെസ്, വൈറ്റ് ലൈറ്റ് ആണ് ആവുന്നത് അല്ലെ, ധവളപ്രകാശമാണ് വരുന്നത്. ഡാഷ് ഇസ് എ ട്രാൻസ്പെറന്റ് റിഫ്ലെക്റ്റിംഗ് മീഡിയം ബൗണ്ടഡ് ബൈ 2 കർവ് സർഫേസസ് വിച്ച് ആർ ജനറലി സ്ഫെറിക്കൽ. അതായത് നമ്മൾ അതിന് എന്താ പറയുന്നത്? ലെൻസ് ആണ് അല്ലെ. ലെൻസ് എന്താണ്? നല്ല കർവ്, ഒരു വളവുള്ള സർഫസ് ആണ് എന്തിനുള്ളത്? ലെൻസിനുള്ളത് അല്ലെ. ദ ഇമേജ് ഡാഷ് വിച്ച് ഇസ് ഫോംഡ് ഇൻസൈഡ് ദ മിറർ ബട്ട് കനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ. അതായത് ദർപ്പണത്തിനുള്ളിൽ നമുക്ക് ഇമേജ് കാണാം, പക്ഷെ നമുക്കത് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഇമേജിന് നമ്മൾ എന്താ പറയുന്നത്? വെർച്വൽ ഇമേജ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. നെക്സ്റ്റ് നോക്കി, ലെൻസ് വിത്ത് തിക് സെൻട്രൽ പോർഷൻ ആൻഡ് തിൻ എഡ്ജ് ഇസ് കോൾഡ്. അതായത് മധ്യഭാഗം തിക്കായിരിക്കും, കനം കൂടുതലും, എഡ്ജ് അതിന്റെ അറ്റം, വശങ്ങൾ എങ്ങനെയാണ്? സൈഡുകള് തിന്നായിരിക്കും, കനം കുറഞ്ഞതുമായിരിക്കും. അങ്ങനത്തെ ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ് അല്ലെ. നെക്സ്റ്റ്, സൺലൈറ്റ് ഇസ് ഡാഷ്. സൺലൈറ്റ്, സൂര്യപ്രകാശം എന്ത് ലൈറ്റ് ആണ്? സൺലൈറ്റ് ഈസ് വൈറ്റ് ലൈറ്റ്. നെക്സ്റ്റ് വൺ നോക്കിയേ, ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അതായത് പതന കോണിന്റെ അവിടെ കറക്റ്റ് ലംബമായിട്ട് വരുന്ന ആ ഒരു വരയെ, ആ ഒരു ലൈനെ നമ്മൾ എന്താ പറയുന്നത്? നോർമൽ അല്ലെ. നോർമൽ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ലെൻസ് വിത്ത് തിൻ സെൻട്രൽ പോർഷൻ ആൻഡ് തിക് എഡ്ജ്. അതായത് മധ്യഭാഗം, ഈ ലെൻസിന്റെ മധ്യത്തിൽ എങ്ങനെയാണ്? തിന്നാണ്, കനം കുറഞ്ഞതാണ്. അതിന്റെ എഡ്ജ്, അതിന്റെ അറ്റം എങ്ങനെയാണ്? തിക്കാണ്. അങ്ങനത്തെ ലെൻസ് നമ്മൾ എന്താ പറയാ? കോൺകേവ് ലെൻസ് അല്ലെ. നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ നമ്മുടെ 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് തെറ്റായിട്ടാണ്. അത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, സെൻട്രൽ പോർഷൻ തിക്കാവുന്ന ഏതാണ്? കോൺവെക്സ് ആണ്. അതുപോലെ 19ാമത്തെ ചോദ്യം,
സെൻട്രൽ പോർഷൻ തിൻ ആകുമ്പോൾ അത് ഏത് ലെൻസ് ആണ്? കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, ഒന്ന് തിരുത്തി എഴുതണേ. 16-ാമത്തത് കോൺവെക്സ് ലെൻസ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഷിഫ്റ്റ് ഓഫ് ദ ലാറ്ററൽ സൈഡ് ഓഫ് ദ ഇമേജസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിന് നമ്മൾ എന്താ പറയുന്നത്? യെസ്, ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? പാർശ്വിക വിപരീയം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. നെക്സ്റ്റ് നോക്കി, നമുക്ക് ഫൈൻഡ് ദ ഓഡ് വൺസ് ആണ്. അതായത് കോമൺ അല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പൊ നോക്കിയേ, ഷേവിംഗ് മിറർ, സോളാർ കുക്കർ, റെയർ വ്യൂ മിറർ ഓഫ് വെഹിക്കിൾസ്, ഹെഡ്ലൈറ്റ് ഓഫ് വെഹിക്കിൾസ്. ഓക്കെ, ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? ഷേവിംഗ് മിറർ ആണോ, സോളാർ കുക്കർ ആണോ, റെയർ വ്യൂ മിറർ ഓഫ് വെഹിക്കിൾസ് ആണോ, അതോ ഹെഡ്ലൈറ്റ് ഓഫ് വെഹിക്കിൾസ് ആണോ? ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? യെസ്, റെയർ വ്യൂ മിറർ ഓഫ് വെഹിക്കിൾസ് ആണ് അല്ലെ? കാരണം എന്താ? കോൺകേവ് മിറർ ഈസ് യൂസ്ഡ് ഇൻ ഓൾ ദ കേസസ്. മറ്റുള്ള എല്ലാ കേസുകളും, അതായത് ഷേവിംഗ് മിററിലും സോളാർ കുക്കറിലും വെഹിക്കിളിലെ ഹെഡ്ലൈറ്റിലും ഒക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? കോൺകേവ് മിറർ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ റെയർ വ്യൂ മിറർ വെഹിക്കിൾസ് നമ്മൾ എന്തല്ല ഉപയോഗിക്കുന്നത്? കോൺകേവ് മിറർ അല്ല. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? റെയർ വ്യൂ മിറർ ഓഫ് വെഹിക്കിൾസ്. നെക്സ്റ്റ് വൺ, ആസ് റിഫ്ലെക്ടർ ഇൻ സ്ട്രീറ്റ് ലൈറ്റ്, വിജിലൻസ് മിറർ ഇൻ ബിഗ് ഷോപ്സ്, മാനുഫാക്ചറിംഗ് ഇഫ് റിഫ്ലെക്ടിംഗ് ടെലിസ്കോപ്പ്, ആസ് എ റെയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ്. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? മാനുഫാക്ചറിംഗ് ഓഫ് റിഫ്ലെക്ടിംഗ് ടെലിസ്കോപ്പ്. കാരണം എന്താ? മറ്റുള്ളവയിലെല്ലാം കോൺവെക്സ് മിറർ ആണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവയിൽ ഏതാണ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? കോൺവെക്സ് മിറർ ആണ്. നമ്മൾ വിജിലൻസ് മിറർ, ബിഗ് ഷോപ്പ്, വലിയ കടകളിലൊക്കെ എന്തുണ്ട്? അവിടെ വിജിലൻസ് മിറർ ഉണ്ട്. അതെന്താണ്? അത് കോൺവെക്സ് ആണ്. ഓക്കെ, കോൺവെക്സ് മിറർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ എന്താ ഉള്ളത്? കോൺവെക്സ് മിറർ ആണുള്ളത്. സ്ട്രീറ്റ് ലൈറ്റിലുള്ള റിഫ്ലക്ടർ അതെന്താണ്? കോൺവെക്സ് ആണ്. പക്ഷേ റിഫ്ലെക്ടിംഗ് ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് എന്താണ്? കോൺകേവ് മിറർ ആണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇമേജ് സ്മോളർ ദാൻ ഒബ്ജക്ട്, ഇറക്റ്റ് ഇമേജ്, ഇമേജ് അണ്ടർഗോസ് lateral inversion, distance from the mirror to object and image same. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ടു ദ ഒബ്ജക്ട് ആൻഡ് ഇമേജ് സെയിം. മൂന്നാമത് അല്ലേ? നമ്മൾ ആ കാണുന്നത് എന്താണ്? ഇതിൽ ചേരത്തില്ല. കാരണം എന്താ? മറ്റുള്ളവയെല്ലാം കോൺവെക്സ് മിററിന്റെ പ്രത്യേകതയാണ്. ഈ പറഞ്ഞത് എന്തിന്റെ പ്രത്യേകതയാണ്? ഇത് കോൺകേവ് മിററിന്റെ പ്രത്യേകതയാണ്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കോൺകേവ് മിറർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് മിറർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടേബിള് നമ്മൾ പഠിച്ചതായിരുന്നു അല്ലെ? നമ്മൾ ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടയാ. സോ നല്ല രീതിയിൽ അത് പഠിക്കുക. അത് ഏത് ടൈപ്പ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അതിങ്ങനെ നിങ്ങൾക്ക് വന്നേക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ ചൂസിങ് കറക്റ്റ് റിലേഷൻഷിപ്പ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലെ ബന്ധം വെച്ച് നോക്കി നമ്മൾ അതിന്റെ ആൻസർ കണ്ടെത്തണം. ഇപ്പൊ കോൺകേവ് മിററിൽ റിയൽ ഇമേജ് ആണ്. അപ്പൊ കോൺവെക്സ് മിററിൽ എന്തായിരിക്കും? കോൺവെക്സ് മിററിൽ വെർച്വൽ ഇമേജ് ആണ് അല്ലെ? നെക്സ്റ്റ്, കോൺവെക്സ് ലെൻസ് കൺവേർജിംഗ് ദ ലൈറ്റ് റേസ് ആണ്. കോൺകേവ് ലെൻസ് എന്താണ്? ഡൈവേർജിംഗ് ദ ലൈറ്റ് റേസ്. ഓക്കെ, പ്രകാശ ആ കിരണങ്ങൾ എന്ത് ചെയ്യാണത്? അകറ്റുകയാണ് ചെയ്യുന്നത്. കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യാണ്? കോൺവെക്സ് ലെൻസ് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മിറേഴ്സ് എന്താ ചെയ്യുന്നത്? ലെൻസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. മിറേഴ്സ് എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, സോ അത് മാറിപ്പോയത്. എന്തൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത് നോക്കി, ഫൈൻഡ് ദ റിലേഷൻ. ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ നോക്കി, ഇവിടെ പ്ലെയിൻ മിറർ ഉണ്ട്, കോൺവെക്സ് മിറർ ഉണ്ട്, കോൺകേവ് മിറർ ഉണ്ട്. നമ്മൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു സൈഡ് നിങ്ങൾ കണ്ടില്ലേ? അത് നിങ്ങൾ അതേപോലെ എഴുതണം. നമ്മൾ ആൻസർ എഴുതുമ്പോൾ ആ ഒരു ഭാഗം അതുപോലെ എഴുതണം. എന്നിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ കോളം നമ്മൾ എന്ത് ചെയ്യണം? അത് മാറ്റി എഴുതണം. ഏതാണോ ആദ്യത്തെ കോളത്തിലോട് ചേരുന്നത് അത് വേണം രണ്ടാമത് മൂന്നാമത് നമ്മൾ എഴുതാൻ. ഇപ്പൊ നോക്കിയേ, പ്ലെയിൻ മിറർ എന്താ നമ്മൾ ചെയ്യുന്നത്? പ്ലെയിൻ മിറർ നമ്മൾ മുഖം നോക്കുക അല്ലെ? ടു സീ ഫേസ്. ഇനി അതിലെന്താ മൂന്നാമത്തെ കോളത്തിൽ ഏതാണ് ചെയ്യുന്നത്? ഇമേജ് ഓഫ് ദ സെയിം സൈസ് ആസ് ദ ഒബ്ജക്ട്. യെസ്, നമ്മുടെ എത്രയാണോ സൈസ്, സെയിം സൈസിലെ ഒബ്ജക്റ്റ് ആണ് നമ്മൾ എവിടെ കാണുന്നത്? ഇമേജ് കാണുന്നത് കണ്ണാടിയിലും. കോൺവെക്സ് മിറർ എന്താണ്? റെയർ വ്യൂ. കോൺവെക്സ് മിറർ എന്താണ്? റെയർ വ്യൂ മിറർ ഓഫ് വെഹിക്കിൾസ് ആണ്. അതിനോട് ചേരുന്ന എന്താണ്? ഇറ്റ് ഹാസ് എ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ. നമ്മുടെ വാഹനങ്ങളിലൊക്കെ സൈഡിലിരിക്കുന്ന മിറർ ഇല്ലേ? റെയർ വ്യൂ മിറർ. അതിൽ എന്ത് കാണാം? അതിൽ കുറെ ഭാഗം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കുറെ നമുക്ക് കാഴ്ച, സൈഡിലുള്ള എല്ലാം നമ്മൾ വണ്ടി ഓടിക്കുന്ന നമ്മൾ സൈഡ് മിറർ നോക്കത്തില്ലേ? സൈഡ് മിറർ നോക്കുന്നത് എന്തിനാ? പുറയുന്ന വരുന്ന വാഹനങ്ങൾ എവിടെ നിന്നൊക്കെയാ വരുന്നത്, ഏത് സൈഡിൽ നിന്ന് വരുന്നതൊക്കെ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണ്, എത്ര ദൂരത്തിൽ നിന്നാണ് വരുന്നതൊക്കെ നമുക്ക് എങ്ങനെ കാണാം? ഈ റെയർ വ്യൂ മിററിൽ കൂടെ കാണാം. അതുകൊണ്ട് അതിന് എന്തുണ്ട്? വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ആണ്. മനസ്സിലായോ? അടുത്ത കോൺകേവ് മിറർ. കോൺകേവ് മിററിൽ ഇതിൽ ഏതാണ് ചേരുന്നത്? റിഫ്ലക്ഷൻ ടെലിസ്കോപ്പിൽ എന്താ ഉപയോഗിക്കുന്നത്? കോൺകേവ് മിറർ ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ? ലൈറ്റ് ക്യാൻ ബി കോൺസെൻട്രേറ്റഡ് ടു എ സിംഗിൾ പോയിന്റ്. ഒരു ബിന്ദുവില്, ഒരു പോയിന്റിലേക്ക് ലൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും? കോൺസെൻട്രേറ്റ്, അതായത് അതിനെ ഒരേ ഒരു ബിന്ദുവിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോൺകേവ് മിറർ ടെലിസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. വാട്ട് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ? എന്താണ് ക്രമ പ്രതിപതനം എന്ന് പറയുമ്പോൾ? when light falls on a mirror, steel plate, smooth floor tile, etc., it is reflected regularly
ദിസ് ഈസ് നോൺ ആസ് റെഗുലർ റിഫ്ലക്ഷൻ. അതായത് ഇപ്പൊ നോക്കിയേ, കണ്ണാടികളില്, സ്റ്റീൽ പ്ലേറ്റില്, സ്മൂത്ത് ഫ്ലോർ ടൈലിലൊക്കെ നമ്മുടെ മുഖം എങ്ങനെ കാണാം, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലെ? അതിൽ എന്താണ്, ക്രമമായിട്ടാണ് പ്രതിപദിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ റിഫ്ലക്ഷൻ, ഇങ്ങനത്തെ പ്രതിപദനത്തിന് നമ്മൾ എന്താ പറയുന്നത്? യെസ്, റെഗുലർ റിഫ്ലക്ഷൻ, ക്രമ പ്രതിപദനം. വാട്ട് ഈസ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ? നേരെ തിരിച്ചാ. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? when light falls on rough surfaces, അതായത് മിനുസമില്ലാത്ത പരിക്കൻ സർഫസുകൾ, ഉപരിതലത്തിൽ ഇത് പതിക്കുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇറഗുലർലി, ക്രമരഹിതമായിട്ടാണ് യെസ് റിഫ്ലക്ട് പ്രതിപദിക്കുന്നത്. സോ ഇതിന് നമ്മൾ എന്ത് പറയും? ദിസ് ഇസ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ഓക്കെ, അടുത്ത വാട്ട് ഈസ് പ്ലെയിൻ മിറർ? എന്തിനാണ് നമ്മൾ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്? സോ വാട്ട് ഈസ് പ്ലെയിൻ മിറർ? എന്തിനാ നമ്മൾ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്? A mirror with a plain surface is called a plain mirror. പ്ലെയിൻ ആയിട്ടുള്ള സർഫസ്, ഓക്കെ, അങ്ങനെയുള്ള പ്രതലം എങ്ങനെയായിരിക്കും? പ്ലെയിൻ ആയിട്ടിരിക്കുന്ന, സമമായിട്ടിരിക്കുന്ന ആ ഒരു അങ്ങനത്തെ മിററിനെയാണ് നമ്മൾ പ്ലെയിൻ മിറർ, സമതല ദർപ്പണം എന്ന് പറയുന്നത്. വാട്ട് ഈസ് റിഫ്രാക്ഷൻ? എന്താണ് റിഫ്രാക്ഷൻ? ആ നാലാമത്തെ ചോദ്യത്തില് ആ ചോദ്യം റിഫ്ലക്ഷൻ അല്ല, റിഫ്രാക്ഷൻ എന്നാണ് വരേണ്ടത്. ഓക്കെ, എന്താണ് അപവർത്തനം? എന്തിനാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്? when light travels from one medium to another, its path undergoes a deviation. This phenomenon of light is called refraction. ഈ പ്രകാശം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് പറ്റും? ഡീവിയേഷൻ, വ്യതിയാനം സംഭവിക്കുന്നു. ഈ ഒരു ഫിനോമിനൻ ഓഫ് ലൈറ്റ്, ഈ പ്രകാശത്തിന്, ഈ പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡിസ്പേർഷൻ? എന്താണ് ഡിസ്പേർഷൻ? പ്രകീർണനം എന്ന് പറയുമ്പോൾ എന്താണ്? ഫിനോമിനൻ ഓഫ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻടു ഇറ്റ്സ് കമ്പണന്റ് കളർ ഈസ് ഡിസ്പേർഷൻ. അതായത് വൈറ്റ് ലൈറ്റ് പല നിറങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യത്തില്ലേ? സോ ആ ഒരു ഫിനോമിനൻ, ആ ഒരു പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ആർ ദ കളേഴ്സ് പ്രസന്റ് ഇൻ വൈറ്റ് ലൈറ്റ്? വൈറ്റ് ലൈറ്റിൽ ഏതൊക്കെ നിറങ്ങളാണ് ഉള്ളത്? യെസ്, വൈറ്റ് കളർ കൺസിസ്റ്റ് ഓഫ് 7 കളേഴ്സ്. വൈറ്റ് കളറിൽ എത്ര നിറങ്ങളാണ് ഉള്ളത്? 7 നിറങ്ങൾ. ഏതാണത്? വിബ്ജിയോർ അല്ലെ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ് ആർ ദ കളേഴ്സ്. വാട്ട് ഈസ് റെയിൻബോ? എന്താണ് മഴവില്ല്? ദ റെയിൻബോ ഇസ് എ കളർ ഫിനോമിനൻ ദാറ്റ് occurs when sunlight passes through water droplets in the atmosphere. യെസ്, അന്തരീക്ഷത്തിലൂടെ ആ ജലകണികളിൽ എന്ത് പറ്റും? സൂര്യപ്രകാശം തട്ടുമ്പോഴേ എന്ത് സംഭവിക്കും? നമുക്കത് റെയിൻബോ ആയിട്ട് കാണാൻ പറ്റും അല്ലെ? വാട്ട് ഈസ് റിഫ്ലക്ഷൻ? എന്താണ് റിഫ്ലക്ഷൻ? പ്രതിപതനം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇസ് റിട്ടേൺ ഓഫ് ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ എ സർഫസ്. ഒരു പ്രതലത്തില് വന്ന് തട്ടി ആ പ്രകാശം തിരിച്ചു പോകുന്നത്, അതിനെ നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രതിപതനം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ലാറ്ററൽ ഇൻവേർഷൻ? എന്തിനെയാണ് നമ്മൾ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്? Shifting of the lateral side of the images in the opposite direction is called lateral inversion. What is meant by incident ray and reflected ray? എന്താണ്? യെസ്, പ്രതിപതന കോണും അതുപോലെ റിഫ്ലക്റ്റഡ് റേ. നമ്മൾ എന്താ പറയുന്നത്? the ray of light that falls on an object is termed as the incident ray. ഒരു വസ്തുവിൽ തട്ടുന്ന ആ പ്രകാശകിരണത്തെ നമ്മൾ എന്താ പറയുന്നത്? എന്താ പറയുന്നത്? ഇൻസിഡന്റ് റേ ആണ് പറയുന്നത് അല്ലെ? പതനകോൺ എന്ന് പറയും. പ്രതിപതന കോൺ എന്താണ്? റിഫ്ലക്റ്റഡ് റേ എന്താണ്? the ray of light that comes back after reflection. യെസ്, പതനത്തിന് ശേഷം തിരിച്ചു വരുന്ന ആ ഒരു കിരണത്തെ നമ്മൾ എന്താ പറയുന്നത്? റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്ലാസ്. ഓക്കെ, സോ നമ്മൾ വിക്ടേഴ്സിൽ ഡെയിലി ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഞാൻ ഓൾറെഡി ഓരോ ദിവസത്തെ വർക്ക്സ് അതാത് ദിവസത്തിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് ചാനലായ കേരള സിലബസ് ടോക്സിൽ. ഇതുവരെ നിങ്ങൾ ആ ഒരു ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ വർക്ക്സ് ചെയ്ത് തീർക്കാൻ പറ്റും. മലയാളം ഒഴിച്ചുള്ള എല്ലാ വിഷയങ്ങളും അതാത് ദിവസത്തിൽ തന്നെ ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾ ഇതിന്റെ എക്സ്പ്ലനേഷനും ക്വസ്റ്റൻ ആൻസർ സെക്ഷനും ലെറ്റേഴ്സ് ആൻസേഴ്സും എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഇച്ചിരൂടെ മനസ്സിലാവും. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.